കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിൽ സംഘർഷം. പുതിയ ബസ് സ്റ്റാൻഡിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം. കോൺഗ്രസ് പ്രവർത്തകർ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും തടഞ്ഞു. ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താത്തത് ജനജീവിതം ദുരിതത്തിലാക്കി. അനഹ കർഷൻ ചേരുന്നുണ്ട്. അനഹ, അവിടെ വലിയ സംഘർഷമാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഇവിടെ കോൺഗ്രസ് അനുകൂലികളായ സമരാനുകൂലികളും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഈ ബസ് സ്റ്റാൻഡിൽ നേരത്തെ സ്വകാര്യ ബസ്സുകളും ഒക്കെ തന്നെ സർവീസ് നടത്തിയിരുന്നു. ഈ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സർവീസൊക്കെ തന്നെ സമരാനുകൂലികളായിട്ടുള്ള കോൺഗ്രസുകാർ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായി ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഇവർ വരികയും ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ സമരാനുകൂലികൾ അക്രമാസക്തരാകുന്ന സാഹചര്യത്തിൽ പോലീസ് ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസും സമരാനുകൂലികളും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ സംഘർഷാവസ്ഥ ഇവിടെ തുടരുകയാണ്. ഇതിപ്പോൾ നിലവിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഈ പ്രദേശത്തുള്ള കടകളൊക്കെ തന്നെ നേരത്തെ തുറന്നിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചിരുന്നത് തങ്ങൾ ഈ ഹർത്താലുമായി അനുകൂലിക്കുന്നില്ല, ഹർത്താലിനോട് യോജിക്കുന്നില്ല, അതുകൊണ്ട് തങ്ങളുടെ നേതൃത്വത്തിലുള്ള കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സമരാനുകൂലികൾ ഈ പ്രദേശത്തുള്ള വിവിധ കടകളിലേക്ക് എത്തി കടകൾ നിർബന്ധപൂർവ്വം അടപ്പിച്ചു എന്നൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇത് ചെറിയൊരു സംഘർഷത്തിലേക്കും വാക്കേറ്റത്തിലേക്കും ഒക്കെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇനി അല്പം കഴിഞ്ഞ് 12 മണിയോടുകൂടി DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ ജാഥ നഗരമധ്യത്തിലൂടെ പോകും. ആ സമയത്ത് നേരത്തെ ഈ കോഴിക്കോട് റോഡ് പരിസരത്ത് കൂടെ പോവുകയായിരുന്ന വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞ് പോകാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ പലപ്പോഴും പോലീസിനോട് തട്ടിക്കയറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഈ പരിസരത്ത് നിരവധി ആളുകളുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനായി വന്ന രോഗികളുമായി വന്നവരുണ്ട്. അവർക്ക് തന്നെ പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച ഒരവസ്ഥയാണ്. ഈ സമരാനുകൂലികൾ പോലീസിനോട് പലപ്പോഴും തട്ടിക്കയറുന്നത് ഇന്നലെ നടന്ന സംഭവങ്ങൾ വെച്ചാണ്. അതായത് ഇന്നലെ ഈ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPM അഴിച്ചുവിട്ട സംഘർഷം അത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു പോലീസ്. ഇപ്പോഴെന്താണ് ആ പോലീസ് ഇടപെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോലീസിനോട് വല്ലാത്ത രീതിയിൽ അക്രമാസക്തർ ആകുന്നൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടും കടകൾ നിർബന്ധമായി അടപ്പിച്ചിരിക്കുകയാണോ? അതെ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നില്ല, തങ്ങളുടെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കടകളൊക്കെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള എല്ലാ കടകളും തുറന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സമരാനുകൂലികളെ കോൺഗ്രസുകാർ പ്രവർത്തകരെത്തി കടയുടെ ഷട്ടർ നിർബന്ധപൂർവ്വം വലിച്ചടക്കിയ കാഴ്ചയാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ കടയ്ക്കുള്ളിൽ ആളുകളുണ്ടായിരുന്നു. അടക്കമുള്ളവർ കടയ്ക്ക് ഉള്ളിലിരുന്ന ഒരു ജ്യൂസ് കടയായിരുന്നു. ആ ജ്യൂസ് കടയ്ക്കുള്ളിൽ സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു. അവരെ ഉള്ളിലാക്കിക്കൊണ്ട് കട നിർബന്ധപൂർവ്വം അടയ്ക്കുന്ന രീതിയാണ് ഉണ്ടായത്. മാത്രമല്ല അവർ ഭീഷണിയുടെ സ്വരം പോലും ഉണ്ടായിട്ടുണ്ട്. കടകൾ തുറന്നു പ്രവർത്തിച്ചാൽ പിന്നീട് ഒരിക്കൽ പോലും ഈ കട തുറക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ തന്നെയുള്ള പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ കൂടി ഈ സമരാനുകൂലികൾ വിവിധയിടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇവർ തമ്പടിച്ചിരിക്കുകയാണ്. ഇനി അല്പം കഴിഞ്ഞ് 12 മണിയോടുകൂടി DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ജാഥ ഈ പരിസരത്തേക്ക് വരും. അതോടുകൂടി ഈ ഭാഗത്ത് അക്ഷരാർത്ഥത്തിൽ സ്തംഭനാവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. നേരത്തെ രാവിലെ ഈ ഹർത്താൽ തുടങ്ങിയ സമയത്ത് വളരെ ശാന്തമായൊരു അവസ്ഥയിലായിരുന്നു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒക്കെ തന്നെ സർവീസ് നടത്തിയിരുന്നു. ഇപ്പോൾ അതൊക്കെ തടഞ്ഞു വച്ചുകൊണ്ട് കുറച്ചു മുൻപ് ഇവർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ആ പ്രതിഷേധിച്ചവരെ മാറ്റിയത്. ഇപ്പോൾ KSRTC ബസ് ഈ സ്വകാര്യ ബസ് ഓടാത്ത സാഹചര്യത്തിൽ പോലും സാധാരണക്കാരനെ സംബന്ധിച്ച്, യാത്രക്കാരനെ സംബന്ധിച്ച് KSRTC ബസ് അവർക്കൊരു ആശ്രയമായിരുന്നു. എന്നാൽ ഇപ്പോൾ KSRTC ബസ്സിനെയും ഓടാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സമരാനുകൂലികൾ എടുത്തിരിക്കുന്നത്. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആശുപത്രി കേസുകൾ പോലും അല്ലെങ്കിൽ അത്തരം വാഹനങ്ങൾ പോലും കടത്തിവിടാത്ത ജനദ്രോഹപരമായ ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് കടയിൽ നിന്ന് ഇറക്കിവിടുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസ് ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇടത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിന് മാത്രം ചുക്കാൻ പിടിക്കുന്നു എന്നെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ ഭീഷണിയുടെ സ്വരവും അതിലുണ്ട്. കാരണം ജനങ്ങൾ ഇത്തരത്തിൽ ഹർത്താലിൽ സഹകരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്
എന്ന തരത്തിൽ കൃത്യമായി ഭീഷണിയുടെ സ്വരവും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തത്സമയ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിൽ വലിയ സംഘർഷമാണ് യാത്രക്കാരോടും വാഹനങ്ങളോടും ഒരു അപ്പീൽ നടത്തിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ അതൊരു ജനാധിപത്യ അവസരമാണ്. അമ്മമാരെയും സ്ത്രീകളെയും ആക്രമിക്കുമ്പോൾ കയ്യും കേട്ടുനിന്ന പോലീസിനെതിരെ ഞങ്ങൾ പ്രതിഷേധം വെക്കുന്നു. ആ പ്രതിഷേധത്തോട് സഹകരിക്കണമെന്ന വളരെ മാന്യമായ അപ്പീൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും 9ഓളം ആളുകൾ ആശുപത്രിയിൽ, 5ഓളം സ്ത്രീകൾ ആശുപത്രിയിൽ, പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നലത്തെ വേദനകൊണ്ട് അവർക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഞങ്ങളെല്ലാം ആരാണത്? ആ പ്രതിഷേധം നടക്കുമ്പോൾ ആ അപ്പീൽ കേൾക്കാത്ത ആളുകളെ പ്രവർത്തകർ പ്രതിരോധിക്കാൻ പോയാൽ അത് ഞങ്ങൾ ഉത്തരവാദികളല്ല. പക്ഷെ ഞങ്ങൾ സമാധാനപൂർവ്വമാണ് ഹർത്താൽ. പക്ഷേ ഹർത്താലിനെ വെല്ലുവിളിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ പോയാൽ അത് അവർ അനുഭവിച്ചുകൊള്ളുന്നു മാത്രമേ പറയാനുള്ളൂ. മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾ ലോട്ടറി വാങ്ങിയിട്ടല്ലോ പോവുക. ഇവിടെ തുറന്നു വെച്ച ലോട്ടറി കട, ആവശ്യമില്ലാത്ത ഇത് വെക്കണ്ട. ഇവിടെ തുറന്നു വെച്ച കടകൾ, അവരുടെ ചെരുപ്പ് കട, സ്വർണം ഇത് വാങ്ങിയിട്ടാണോ മെഡിക്കൽ കോളേജിലേക്ക് പോവുക? മെഡിക്കൽ കോളേജിലേക്ക് പോവുക. ഞങ്ങൾ വാഹനം തടഞ്ഞിട്ടില്ല. അടക്കമുള്ളവരെ ആക്രമിച്ചിട്ട് കൂട്ടുനിന്ന പോലീസ്, സ്വകാര്യ വാഹനം പോലും ഒരു ചെറിയില്ല. പിന്നെ ബസ്, ഞാൻ ചോദിക്കട്ടെ, ഒരു പാസ് കിട്ടാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി പരിശോധിച്ചാൽ പണിമുടക്കുന്ന ബസ്സുകാരല്ലേ ഇവര്? ഇത്രയ്ക്ക് വലിയ അക്രമം നടന്നിട്ട് ഒരു ദിവസം പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പ്രതിരോധം അവർ നേരിട്ടോട്ടെ. ഞങ്ങളെ ആക്രമണത്തില്ല, അത്രയേ ഉള്ളൂ. ഇന്നലെ കാണാത്ത പോലീസിനെ ഇന്ന് കാണുന്നു നിങ്ങൾ. അപ്പൊ നമുക്ക് DCC ഓഫീസിൽ പിരിയാം, തിരിച്ചങ്ങോട്ടേക്ക്. ഇപ്പോഴിതാ കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിൽ സംഘർഷം. പുതിയ ബസ് സ്റ്റാൻഡിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും തടഞ്ഞു. ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താത്തത് ജനജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. അവശ്യ സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ജനദ്രോഹപരമായ ചില നിലപാടുകളാണ് കോൺഗ്രസ് ഇപ്പോൾ അവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ജനങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതിനോട് സഹകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തങ്ങൾക്ക് അറിയാമെന്ന് ഭീഷണിയുടെ സ്വരം അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു.